അത്തൽഹിയത്തു ത്യാഗം, ത്യജിക്കൽ. ഇതൊരു ഡയറി കുറിപ്പാണ്. നമ്മുടെ നബീൽ റിപ്പബ്ലിക് ദിന പരേഡ് കഴിഞ്ഞ് സിക്കിമിലേക്ക് പോയി അവിടെ നിന്നും എഴുതുന്ന ഒരു ഡയറിയാണിത്. അദ്ദേഹം എഴുതുകയാണ്: ഫാറഖ്തു അഹ്ലി വ ഉസ്രത്തി, ഞാൻ എൻ്റെ കുടുംബത്തെ പിരിഞ്ഞു. ബി ഐനിൻ മുദ്രിഫത്തിൻ, നിറ കണ്ണുകളോടെ. ഫാറഖ്തു, ഞാൻ പിരിഞ്ഞു. അഹ്ലി വ ഉസ്രത്തി, എൻ്റെ കുടുംബത്തെ. ബി ഐനിൻ മുദ്രിഫത്തിൻ, നിറ കണ്ണുകളോടെ. വ കൽബിൻ മുഅ്ലിമിൻ, വേദനിക്കുന്ന ഹൃദയത്തോടെ. വഖദ് കാന ഹാദൽ ഫിറാഖു മുഫാജാൻ, ഈ ഒരു വേർപാട് പെട്ടെന്നുള്ളതായിരുന്നു. ഹാദൽ ഫിറാഖ് മീൻസ് വേർപാട്, വിട വാങ്ങൽ. മുഫാജഅൻ, പെട്ടെന്നുള്ളത്, പ്രതീക്ഷിക്കാതെ ഉള്ളതായിരുന്നു. വഖദ് കുൻതു അഷ്താഖു സിയാറത്തൽ അഖാരിബി വൽ അസ്തിഖാഇ, ഞാൻ കൂട്ടുകാരെയും കുടുംബക്കാരെയും ഒക്കെ കാണാൻ ആഗ്രഹിച്ച് നിൽക്കുകയായിരുന്നു. വഖദ് കുൻതു അഷ്താഖു, ഞാൻ ആഗ്രഹിച്ചിരുന്നു. സിയാറത്തൽ അഖാരിബി, കുടുംബക്കാരെ സന്ദർശിക്കാൻ. വൽ അസ്തിഖാഇ, കൂട്ടുകാരെയും. ഫി ഹാദിഹിൽ ഉത്ലത്തി, ഈ വെക്കേഷനിൽ. വമാസാ ലബ്നി വബ്നത്തി, അതേപോലെ എൻ്റെ മകനും മകളും യത്തുലുബാനി, എന്നോട് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. സിയാറത്ത ബഅദ് അമാകിനി നുസ്ഹത്തി, ചില വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ. വലാക്കിൻ ബിദൂനി ജസ്വ, പക്ഷേ ഒരു കാര്യവും ഉണ്ടായില്ല. എനിക്ക് കുടുംബക്കാരെയും കൂട്ടുകാരെയും കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു. കുട്ടികളോടൊപ്പം ട്രിപ്പ് പോകാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഒന്നും നടന്നില്ല. പെട്ടെന്നായിരുന്നു തിരിച്ച് ഇങ്ങോട്ടേക്ക് വരേണ്ടി വന്നത്. ലാ ബഅസ, സാരമില്ല. ലാ ബഅസ. ഫാത്തലി ഫുർസത്തുൽ ഫറഹി വസ്സുറൂരി, എനിക്ക് എൻ്റെ സന്തോഷത്തിൻ്റെ അവസരം നഷ്ടപ്പെട്ടു. ഫാത്തലി, എനിക്ക് നഷ്ടപ്പെട്ടു. ഫുർസത്തുൽ ഫറഹി വസ്സുറൂരി, സന്തോഷത്തിൻ്റെ അവസരം. ഫറഹ് സുറൂർ എന്ന് പറഞ്ഞാൽ സന്തോഷം. മാൽ അഹ്ലി വൽ ഔലാദി, എൻ്റെ കുടുംബത്തോടൊപ്പവും കുട്ടികളോടൊപ്പവുമുള്ള സന്തോഷത്തിൻ്റെ അവസരം എനിക്ക് നഷ്ടപ്പെട്ടു. എന്നാലും ലാ ബഅസ, കുഴപ്പമില്ല. ലസ്തു ഫസിഅൻ ബിഹി, ഞാനതിൽ ദുഃഖിക്കുന്നില്ല, എനിക്കതിൽ പ്രയാസമില്ല. കാരണം കം മിൻ അഷ്ഖാസിൻ, എത്ര വ്യക്തികളാണ്. വാജഹൽ മശഖാത്തി വൽ മളറാത്തി, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അഭിമുഖീകരിച്ചത്. വാജഹ, അഭിമുഖീകരിക്കുക, ഫേസ് ചെയ്യുക. അൽ മശഖാത്തി വൽ മളറാത്ത്, പ്രയാസങ്ങൾ, കഠിനതകൾ, ബുദ്ധിമുട്ടുകൾ. മിൻ അജലി ഹാദൽ ബലദി, ഈ നാടിന് വേണ്ടി, ഈ രാജ്യത്തിന് വേണ്ടി എത്ര ആളുകൾ കഷ്ടപ്പാട് സഹിച്ചിട്ടുണ്ട്. കം മിൻ സുഅമാ, എത്ര നേതാക്കൾ ഇസ്തുഷ്ഹിദു, ഷഹീദായിട്ടുണ്ട്, രക്തസാക്ഷികളായിട്ടുണ്ട്. മിൻ അജ്ലിൽ ഹുരിയത്തി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എത്ര നേതാക്കൾ രക്തസാക്ഷികളായിട്ടുണ്ട്, എത്ര ആളുകൾ കഷ്ടപ്പാട് സഹിച്ചിട്ടുണ്ട്. ഫഹുസ്നി ഹാദ അഖഫ് വ അബ്സത്ത്, അപ്പോൾ എൻ്റെ ഈ ദുഃഖം വളരെ ചെറുതാണ്, വളരെ ലളിതമാണ്. അവരൊക്കെ രാജ്യത്തിന് വേണ്ടി സഹിച്ച കഷ്ടതകൾ ഓർക്കുമ്പോൾ എനിക്കിന്നുണ്ടായിട്ടുള്ള കുടുംബക്കാരെയും കൂട്ടുകാരെയും ഒക്കെ കാണാതെ തിരിച്ചു വരേണ്ടി വന്നു എന്ന ഈ ചെറിയ ദുഃഖം, ഇത് വളരെ ചെറുതാണ് അവരുടെ കഷ്ടപ്പാടുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്ന് പറഞ്ഞ് സമാധാനിക്കുകയാണ് നബീൽ. ഓക്കെ, ഇനി നുഅദ്ദുൽ മുഫക്കിറത്ത, നമുക്ക് ഡയറി തയ്യാറാക്കാം. ഷാഹദ ബുഷൈർ കണ്ടു ബർനാമജ യോമിൽ ജംഹൂരിയത്തി, റിപ്പബ്ലിക് ദിന പരിപാടികൾ. അല്ലത്തി ജറത്ത് ഫിൽ ആസിമത്തി, തലസ്ഥാനത്ത് നടന്ന റിപ്പബ്ലിക് ദിന പ്രോഗ്രാംസ് ബുഷൈർ കണ്ടു. അബറത്തിൽ ഫാസി, ടെലിവിഷനിൽ കൂടെ. റഅ അബാഹു, അവൻ തൻ്റെ പിതാവിനെ കണ്ടു. ഫി മുഖദ്ദിമത്തിൽ അർലി, പരേഡിൻ്റെ. ഫി മുഖദ്ദിമത്തിൽ അർലിൽ അസ്കരി, പട്ടാള പരേഡ്, സൈനിക പരേഡിൻ്റെ മുൻനിരയിൽ തന്നെ തൻ്റെ പിതാവിനെ അവൻ കണ്ടു. ഫഅതസ ബിഹി, അപ്പോൾ അവന് അഭിമാനം തോന്നി, പിതാവിനെ ഓർത്ത് അവൻ അഭിമാനിച്ചു. അപ്പോൾ ആരാണ് ബുഷൈർ? നബീലിൻ്റെ മകനാണ് ബുഷൈർ. അപ്പോൾ റിപ്പബ്ലിക് ദിന പരിപാടികൾ TV-യിൽ കാണിക്കും, അത് ബുഷൈർ കാണുമ്പോൾ തൻ്റെ പിതാവ് സൈനിക പരേഡിൻ്റെ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ പിതാവിനെ മുൻനിരയിൽ തന്നെ കണ്ടപ്പോൾ അവന് വളരെയധികം അഭിമാനം തോന്നി.
കതബ മുഫക്കിറത്തൻ ഫില്ലയിലെത്തി, അന്ന് രാത്രി അവനൊരു ഡയറി എഴുതി. നുസായിദുഹു അലാ കിതാബത്തിൽ മുഫക്കിറ, ആ ഡയറി എഴുതാൻ നമുക്ക് അവനെ സഹായിക്കാം. ഇങ്ങനെ എഴുതിയിട്ടുണ്ടാകും. അൽ മക്കാൻ, താരിഖ്, ഡേറ്റും പ്ലേസും എഴുതുക. അല്യോം, ഇന്ന് യോമുൽ ജംഹൂരിയത്തിൽ ഹിന്ദിയ, ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനമാണ്. റഅയ്തു ഫി തിൽഫാസി അൽ അർലൽ അസ്കരിയ അൽ ഹിന്ദിയ, അബ്ര തിൽഫാസി എന്ന് പിന്നെ വേണ്ട. റഅയ്തു ഫി തിൽഫാസി, ഞാൻ ടി വിയിൽ കണ്ടു. അൽ അർലൽ അസ്കരിയ അൽ ഹിന്ദിയ, ഇന്ത്യയുടെ സൈനിക പരേഡ് അൽ അർലൽ അസ്കരി ഞാൻ ടി വിയിൽ കണ്ടു. ഇനി അല്ലെങ്കിൽ റഅയ്തുൽ അർലൽ അസ്കരി അൽ ഹിന്ദിയ അബ്ര തിൽഫാസി, ടി വിയിൽ കൂടെ കണ്ടു, ഏതെങ്കിലും ഒന്ന് മതി. ഒന്നുകിൽ അബ്ര തിൽഫാസി അല്ലെങ്കിൽ ഫി തിൽഫാസി. ഫറഅയ്തു അബി ഫി മുഖദ്ദിമതിഹി, അതിൻ്റെ മുൻനിരയിൽ തന്നെ ഞാൻ എൻ്റെ പിതാവിനെ കണ്ടു. റഅയ്തു അബി, ഞാൻ എൻ്റെ ഉപ്പയെ കണ്ടു. ഫി മുഖദ്ദിമതിഹി, അതിൻ്റെ മുൻനിരയിൽ. ഫസിർതു മസ്റൂറൻ, അപ്പോൾ ഞാൻ സന്തോഷവാനായി തീർന്നു, എനിക്ക് സന്തോഷമായി. വ മുഫ്തഖിറൻ ബിദാലിക്കൽ മഷ്ഹദി, ആ കാഴ്ച കണ്ടപ്പോൾ എനിക്ക് മുഫ്തഖിറൻ, ഞാൻ അഭിമാനിതനായി തീർന്നു, എനിക്ക് വളരെയധികം അഭിമാനവും സന്തോഷവും ഉണ്ടായി. ഇന്നഹു കാന ഫിൽ ഉത്ലത്തി, അദ്ദേഹം ലീവിലായിരുന്നു, വെക്കേഷനിലായിരുന്നു. ഫഫരിഹത്തു കസീറൻ, അതുകൊണ്ട് ഞാൻ ഒരുപാട് സന്തോഷിച്ചിരുന്നു. വ ഖറർന അൻ നദ്ഹബ ഇലാ ബഅദിൽ അമാകിൻ, ചില സ്ഥലങ്ങളിലൊക്കെ പോകാൻ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. ഖറർന, ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. ലാക്കിന്നഹു ഇൽത്തുറ അൻ യർജിഅ, പക്ഷെ അദ്ദേഹം തിരിച്ചു പോകാൻ നിർബന്ധിതനായി. ഇൽത്തുറ മീൻസ് നിർബന്ധിതനായി, അൻ യർജിഅ തിരിച്ചു പോകാൻ. ഫശഅർതു ബിൽ ഹുസ്നി, അപ്പോൾ എനിക്ക് ദുഃഖം തോന്നി. ഷഅർതു ബിൽ ഹുസ്നി, ദുഃഖം തോന്നി. ലാക്കിന്നല്ലാൻ, എന്നാൽ ഇപ്പോൾ, ലമ്മ റഅയ്തുഹു ഫി തിൽഫാസി, ഞാൻ അദ്ദേഹത്തെ ടി വിയിൽ കണ്ടപ്പോൾ, ഷഅർതു ബിൽ ഫറഹി, എനിക്ക് സന്തോഷം തോന്നി. ഷഅർതു ബിൽ ഫറഹി വൽ ഫഖരി, അങ്ങനെ ചേർത്ത് കൊടുക്കാം. എനിക്ക് സന്തോഷവും അഭിമാനവും തോന്നി എന്ന് എഴുതി ആര്? ബുഷൈർ. ഓക്കെ, ഇനി നക്തുബ് മുദക്കിറത്തൻ, നമുക്ക് കുറച്ച് കുറിപ്പുകൾ എഴുതാം. ഇവിടെ കുറേ സ്വാതന്ത്ര്യ സമര സേനാനികൾ, നേതാക്കളുണ്ട്. ഇവരെക്കുറിച്ചുള്ളൊരു ചെറിയ കുറിപ്പ് നമുക്ക് തയ്യാറാക്കാം. ആ കുറിപ്പ് ഇങ്ങനെ തയ്യാറാക്കാം. ആദ്യം മഹാത്മാഗാന്ധി, ഗാന്ധിജിയെക്കുറിച്ചുള്ളത്. ഹർക്കത്ത് ഇടാതെയാണുള്ളത്, വായിക്കുന്നത് ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാക്കാം. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, അതാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരല്ലേ. ഉലിദ ഫി പോർബന്ദർ, അദ്ദേഹം പോർബന്ദറിൽ ജനിച്ചു. ഫി സാനി ഒക്ടോബർ മിൻ സനത്തി 1869 മീലാദിയ, 1869 ഒക്ടോബർ 2. ഇസ്മു സൗജത്തിഹി കസ്തൂർബ ഗാന്ധി, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് കസ്തൂർബ ഗാന്ധി എന്നാണ്. സുമ്യ ബി മഹാത്മാഗാന്ധി, അദ്ദേഹം മഹാത്മാഗാന്ധി എന്ന് പേര് വിളിക്കപ്പെട്ടു. യുറഫു ബി അബിൽ വത്തനിൽ ഹിന്ദി, ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. ഖത്തലഹു നാഥുറാം ഗോഡ്സെ, നാഥുറാം ഗോഡ്സെ അദ്ദേഹത്തെ വധിച്ചു കളഞ്ഞു. ഫി സലാസീന യനായർ 1947 മീലാദിയ, 1947, 1948 1948. ഇനി അബുൽ കലാം ആസാദ്, ഹുവ മുഹിയുദ്ദീൻ അഹമ്മദ് ബിൻ ഖൈറുദ്ദീൻ, അതാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. ലുഖിബ ബി അബുൽ കലാം ആസാദ്, അബുൽ കലാം ആസാദ് എന്ന അദ്ദേഹത്തിന് പേര് വിളിക്കപ്പെട്ടു. ഉലിദ ഫി 11 നവംബർ 1888 മീലാദി, 1888 നവംബർ 11 അദ്ദേഹം ജനിച്ചു. ഫി മക്കത്തുൽ മുക്കറമ, മക്കയിൽ. കാന ഖത്തീബൻ മാഹിറൻ, അദ്ദേഹം വളരെ കഴിവുള്ളൊരു പ്രസംഗകനായിരുന്നു, ഖത്തീബായിരുന്നു. ഫസ്തഹറ ബി അബുൽ കലാം, അതുകൊണ്ടാണ് അദ്ദേഹം അബുൽ കലാം, കലാം എന്ന് പറഞ്ഞാൽ സംസാരത്തിൻ്റെ പിതാവ് എന്ന നാമത്തിൽ അറിയപ്പെട്ടത്. കാന അവല വസീരി തർബിയത്തി വ തഅലീമി ലിൽ ഹിന്ദി, ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു അദ്ദേഹം. ബഅദൽ ഇസ്തിഖ്ലാൽ, സ്വാതന്ത്ര്യത്തിന് ശേഷം. അല്ലഫ അദീദ മിനൽ കുതുബി, അദ്ദേഹം ധാരാളം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. മിൻഹ, അതിൽപ്പെട്ടതാണ് തർജമാനുൽ ഖുർആൻ എന്ന പുസ്തകം, വൽ ഹിന്ദു തനാലുൽ ഹുരിയ എന്ന പുസ്തകം, ഈ രണ്ടെണ്ണം. അസ്സസ മജല്ലത്തുൽ ഹിലാൽ, അൽ ഹിലാൽ എന്ന മാഗസിൻ അദ്ദേഹം സ്ഥാപിച്ചു 1912. തുവഫിയ, അദ്ദേഹം മരണപ്പെട്ടു എപ്പോൾ? 1958 ഫെബ്രുവരി 22. ഇനി ഇ മൊയ്തു മൗലവി,
വുലിദ മൊയ്തു മൗലവി ഫി ഖറിയത്തി മാറഞ്ചേരി മിൻ മുഖാത്തായത്ത് മലപ്പുറം ജില്ലയിലെ മാറഞ്ചേരി എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ഫി വിലായത്ത് കേരളത്തിലെ. കാന ആലിമൻ മഷൂറൻ, അദ്ദേഹം പ്രശസ്തനായ ഒരു പണ്ഡിതനായിരുന്നു. ഇജ്തഹദ ലി തൻമിയത്തി തർബിയത്തി വ തഅലീമി ഫിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളിലെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നത്, വിദ്യാഭ്യാസം പുരോഗതി പ്രാപിപ്പിക്കുന്നതിൽ അദ്ദേഹം കഠിനാധ്വാനം ചെയ്തു, വിദ്യാഭ്യാസം ഉണ്ടാക്കുന്നതിൽ മുസ്ലിങ്ങൾക്കിടയിൽ. വഷാറക ഫി ഹറക്കത്ത് ഇസ്തിഖ്ലാലിൽ ഹിന്ദ്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ അദ്ദേഹം പങ്കുചേർന്നു. തൂഫി, അദ്ദേഹം മരണപ്പെട്ടു 1995 ജൂൺ 8. ആഷ അക്സറ മിൻ മിയത്തി ആമിൻ, 100 വർഷത്തിലധികം അദ്ദേഹം ജീവിച്ചു. മറ്റൊരു സ്വാതന്ത്ര്യ സമര നേതാവാണ് അക്കമ ചെറിയാൻ. ഉലിദത്ത് അക്കമ ചെറിയാൻ ജനിച്ചു 1909 ഫി ഖറിയത്തി കാഞ്ഞിരപ്പള്ളി, കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയിൽ. ഫി വിലായത്ത് കേരളത്തിൽ. വാലിദുഹ തോമ ചെറിയാൻ, അവരുടെ പിതാവ് തൊമ്മൻ ചെറിയാനായിരുന്നു. വാലിദത്തുഹ അന്നമ്മ, വാലിദത്ത് മാതാവാരായിരുന്നു? അന്നമ്മയായിരുന്നു. ഇഷ്തറക്കത്ത് ഫി ഹറക്കത്ത് ഇസ്തിഖ്ലാലിൽ ഹിന്ദ്, സ്വാതന്ത്ര്യ സമരത്തിൽ അവർ പങ്കെടുത്തു. തൂഫിയത്ത്, അവർ മരണപ്പെട്ടു. ഫി ഹാമിസ് മായുസന അൽഫിമത്തി സമയത്തവ ഇസ്നൈ വസമാനിൻ മിലാദിയ, 1982 മരണപ്പെട്ടു. ഓക്കെ, ഇനി ഇവിടെ എഴുത്ത് പരിശീലിക്കുക. ഇത്രയുമാണ് ഈ 5ാമത്തെ യൂണിറ്റിലുള്ളത്. അടുത്ത വീഡിയോയിൽ 6ാമത്തെ യൂണിറ്റ്